സാധാരണക്കാർക്കും IAS IPS നേടുവാൻ സാധിക്കുമോ? ഉറപ്പായും സാധിക്കും. നിരവധി അനവധി ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അബ്സല്യൂട്ട് IAS അക്കാഡമിയിലെ തന്നെ വിദ്യാർത്ഥിനിയായിരുന്ന ഷെറിൻ ഷഹാന വിവാഹശേഷം കൊടിയ ഗാർഹിക പീഡനങ്ങളൊക്കെ നേരിട്ട വ്യക്തിയാണ്. അതിനുശേഷം ഒരു അപകടത്തെ തുടർന്ന് വീൽ ചെയറിലായി. ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഷെറിൻ ഷഹാന എത്തിച്ചേർന്നത്. അംബിക എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ, അവരുടെ ഭർത്താവ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. അവരുടെ അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് മാത്രമായിരുന്നു. ഒരിക്കൽ ഭർത്താവിനൊപ്പം പോകുമ്പോൾ ഭർത്താവ് ഒരു IPS ഓഫീസറെ സല്യൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർ ഭർത്താവിനോട് ചോദിച്ചു, ഇത് എന്ത് പദവിയാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുക? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് എൻ്റെ ബോസാണ്, ഒരു IPS ഓഫീസറാണ്. IPS വേണമെങ്കിൽ, IPS എടുക്കണമെങ്കിൽ ഡിഗ്രി പാസ്സാവും. ഇതറിഞ്ഞ അംബിക ഓപ്പൺ സിസ്റ്റത്തിൽ ചേർന്ന് 10ാം ക്ലാസ് പാസ്സായി, +1 +2 പാസ്സായി, ഡിഗ്രി പാസ്സായി. ഡിഗ്രി പഠനത്തിനൊപ്പം ചെന്നൈയിൽ സിവിൽ സർവീസ് പരിശീലനവും തുടർന്നു. അങ്ങനെ ഭർത്താവിൻ്റെ പിന്തുണയോടുകൂടി അവർ പിൽക്കാലത്ത് ഒരു IPS ഓഫീസറായി മാറി. ഈ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറയാനുള്ളൊരു കാരണം, IPS എന്നുള്ളത്, IAS എന്നുള്ളത്, IFS എന്നുള്ളത് ഒരിക്കലും ഒരു വാലികേറ മലയൊന്നുമല്ല. നമ്മൾ മനസ്സ് വെച്ചാൽ, വിചാരിച്ചാൽ നമുക്കും ഉറപ്പായിട്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ആയി മാറാൻ സാധിക്കും. സിവിൽ സർവീസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, ഈ ഒരു എക്സാം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ എഴുതാം. നമുക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതണമെങ്കിൽ ഹിന്ദിയിൽ എഴുതാം. ഒപ്പം നമുക്ക് UPSC നടത്തുന്ന സിവിൽ സർവീസസ് ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അതും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ എഴുതാൻ സാധിക്കും. ഇന്ന് സിവിൽ സർവീസിൽ വരുന്നവരിൽ ഏതാണ്ട് 70% ആളുകളും സാധാരണക്കാരാണ്. അസാധാരണമായ ബുദ്ധി വൈഭവവും ഉറക്കം വിളിച്ചുള്ള പഠനവും ഒന്നുമല്ല വേണ്ടത്. നല്ല സ്ട്രാറ്റജി, ഒപ്പം വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ശ്രമം, ഒരു നല്ല മെന്ററുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും IAS IPS IFS എന്ന സ്വപ്നം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ചിട്ടയായ പരിശീലനമാണ് ആവശ്യം. സമയം ആവശ്യത്തിന് കൊടുക്കുക. ഒരു നോർമലി ഒരു പ്രിപ്പറേഷന് നമുക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് 1 വർഷം മുതൽ 2 വർഷം വരെയാണ്. കാരണം ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ തന്നെ 1.5 വർഷത്തോളം വരുന്നുണ്ട്. പ്രിലിമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, 6 മാസം കഴിയുമ്പോൾ പ്രിലിം നടക്കും. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ. റിസൾട്ട് വരുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ ടു റിസൾട്ട്, ആ ഫേസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തന്നെ 1.5 വർഷത്തോളം വരുന്നുണ്ട്. അപ്പോൾ ഒരു 1.5-2 വർഷം നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സ്വന്തമാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഉടനെ തന്നെ സിവിൽ സർവീസ് ലഭിച്ചു എന്നും വരില്ല. പക്ഷേ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റെല്ലാ എക്സാംസും നമുക്ക് എളുപ്പമായി തീരും. അങ്ങനെ നമുക്ക് നമ്മളുടെ സ്വപ്നം ഇന്നത്തെ അവസ്ഥയിലും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. സാധാരണക്കാരായ അനവധി ആളുകൾ ഇന്നും സിവിൽ സർവീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉറച്ചു വിശ്വസിക്കുക, നിങ്ങൾക്കും ഒരു IAS IPS IFS ഓഫീസർ ആവാൻ സാധിക്കും. വിജയാശംസ.